കൊട്ടേഷൻ സംഘാംഗങ്ങളായി കൊട്ടേഷൻ നടത്താനായി നിങ്ങളെ പലരും വിളിക്കുന്നു, നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ഒരു അവറാച്ച മുതലാളിയുടെ അടുത്തായിരുന്നു പണി. അവിടെ എന്ത് പണി? അയാളുടെ കാലൊന്ന് ചെറുതായിട്ട് തല്ലി പിടിക്കണം. ഒരു സിംപ്ലി കൊട്ടേഷൻ. ഏത് രീതിയിലും ഒരു ഇരയെ, ഒരാളെ കൊലപ്പെടുത്തുക എന്ന മനോഭാവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. എന്റെ ഗുണ്ടാക്കൂരുണ്ടായിരുന്ന നോവലിൽ ഇവരുടെ കഥ ഞാൻ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിലേക്ക് ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോ ഈ ഇവിടെ എനിക്കൊരു വന്നിരുന്ന് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാമല്ല, ഒരു 5-6 പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് തിന്നിട്ടുണ്ട്. കൊള്ളാലോ പടവാള്. ഇതെന്തിനാ? വെട്ടിക്കൊല്ലാൻ. എല്ലാരും ഇപ്പൊ ഗുണ്ടായിസം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇപ്പൊ ഒന്ന് സംസാരിക്കുമ്പോ ഇതിൽ ശരിക്കും പറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയതാണ്. ഒരു ഈ തങ്കപ്പെട്ട ചേട്ടനെ കുറിച്ചാണോ ഞാൻ ഇദ്ദേഹത്തെ കണ്ട ഒരു ഗുണ്ടയാണെന്ന് ആരെങ്കിലും പറയുമോ? ചെറിയൊരു കേസിൽ പെട്ടതിന് ശേഷമാണ് ഓൾറെഡി പിന്നീട് അടുത്തതിൽ വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലീസ് ആദ്യം വീട്ടിൽ വരിക. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. നമ്മളെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവാം. പിന്നെ നമ്മൾ ഇതല്ലാണ്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാൻ, വേറെ ജോലിക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടെ പെൻഷൻ? കഷ്ടപ്പെട്ട ജീവിക്കാം.